നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് ശശി തരൂരും തമ്മിലുള്ള നിലവിലെ സൗഹൃദം ശ്രദ്ധേയമാകുമ്പോൾ പഴയകാലത്തെ അവരുടെ കടുത്ത വാഗ്വാദങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ചും തരൂർ മോദിക്കെതിരെ നടത്തിയ പല പരാമർശങ്ങളും, അതിൽ പ്രധാനമായും ചില പരാമർശങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ടാകാം. ഈ സാഹചര്യത്തിലാണ് ഒരു പഴയ നിയമപരമായിട്ടുള്ള കേസ് വീണ്ടും പൊതുശ്രദ്ധ നേടുന്നത്. 2018 നവംബറിൽ ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശിവലിംഗത്തിന് മുകളിലിരിക്കുന്ന തേൾ എന്ന് ഉപമിച്ചത് വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. ഒരു RSS നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് തരൂർ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: ശിവലിംഗത്തിന് മുകളിൽ ഇരിക്കുന്ന തേളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തേളായതുകൊണ്ട് കൈ ഉപയോഗിച്ച് എടുത്തു മാറ്റാനും കഴിയില്ല. അതുപോലെ ശിവലിംഗത്തിന് മുകളിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ചെരുപ്പ് കൊണ്ട് അടിക്കാനും കഴിയില്ല എന്നുള്ള ഒരു ധർമ്മസങ്കടത്തിലാണ് ഉള്ളത്. തരൂരിൻ്റെ ഈ ഒരു പരാമർശം ഹൈന്ദവ മതവികാരം വ്രണപ്പെടുത്തുകയും പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുകയും ചെയ്തുവെന്ന് ആരോപിച്ച് BJP നേതാവ് രാജീവ് ബബ്ബാർ ഒരു ക്രിമിനൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു. കേസ് റദ്ദാക്കണമെന്ന് തരൂർ ആവശ്യപ്പെട്ടെങ്കിലും ഡൽഹി കോടതി അത് നിരസിച്ചു. 2023 ഒക്ടോബറിൽ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് തരൂർ സുപ്രീം കോടതിയെ സമീപിക്കുകയും വിചാരണ കോടതിയിലെ തുടർ നടപടികൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഒരു സുപ്രധാന നിരീക്ഷണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരായ ശിവലിംഗത്തിലെ തേൾ പരാമർശത്തിൽ ഫയൽ ചെയ്ത ക്രിമിനൽ മാനനഷ്ട കേസിൽ കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കേണ്ടതുണ്ടെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ചുരുക്കത്തിൽ ഈ കേസിന് അമിത പ്രാധാന്യം നൽകുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. പരാതിക്കാരൻ്റെ അഭിഭാഷകനോട് കോടതി തുറന്നു ചോദിച്ചത്, ഈ വിഷയത്തിൽ എന്താണ് ഉള്ളത്? കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ വലിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. അതിനു പകരം എന്തിനാണ് കോടതിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇതാണ് കോടതി ചോദിച്ചത്. കേസിൽ വാദം കേൾക്കുന്നത് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു കാലത്ത് കടുത്ത ശത്രുക്കളായിരുന്ന നരേന്ദ്രമോദിയും ശശി തരൂരും ഇപ്പോൾ സൗഹൃദത്തിലായിരിക്കുകയാണ്. ഇത് ഈ കേസിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഏതായാലും കോടതി ഈ വിഷയത്തിന് പ്രാധാന്യം നൽകുന്നില്ല എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം തരൂറും മോദിയും തമ്മിലുള്ള നിലവിലെ സൗഹൃദം കണക്കിലെടുത്താവാമെന്നും അനുമാനിക്കാം. മോദിയും തരൂരും ഒന്നായതോടെ ഇവരെ വിശ്വസിച്ച് കേസ് കൊടുത്ത രാജീവ് ബബ്ബാറിന് ഇത് തിരിച്ചടിയായി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, സുപ്രീം കോടതിയുടെ ചോദ്യം തന്നെ ഈ സൗഹൃദത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്നാവാം എന്നും കരുതപ്പെടുന്നു.